ഗായ്സ് വെൽക്കം ബാക്ക് ടു വെള്ളാട്ടി പോക്കർ. അപ്പോ ടോണി ചായൻ, പ്രമുഖനായ വ്യക്തി ടോണി ചായൻ, തൊഴിൽ വ്യവസായി, പുള്ളിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. പറ ടോണി ചായ പറ. യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗമായിട്ടാണ് കിട്ടിയത്. അച്ചായൻ ചെയ്ത് കൊടുത്തില്ലെന്ന് ഏതോ ഒരാൾ ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ആരാന്ന് എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അന്വേഷിക്കാൻ പോയില്ല. ഇതിന്റെ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ തന്നെ ചിന്തിക്കാം. 40 ഷോപ്പ് തുടങ്ങി, ഇന്ന് 40ാമത്തെ ഷോപ്പാണ്. 40 ഷോപ്പ് തുടങ്ങി 40 കട ഞാൻ പണിതു. ശരിയാണല്ലോ. 40 ഷോപ്പ് പണിതപ്പം 40 വീട് ഞാൻ പണിത് കൊടുത്തു. 40 വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് 2-3 വീടുകൾ തറ പണിത വീടുകളായിരിക്കാം. അപ്പൊ അവരെന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇതൊന്ന് തീർത്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും. ആ വീട് പണിതപ്പോഴും ഏകദേശം 4-5 ലക്ഷം രൂപയോളം എനിക്ക് ചെലവായിട്ട് അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കുകയാണെങ്കിൽ സന്തോഷമുള്ളൂ. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഈ പാവങ്ങൾക്ക് ഇനിയും കുറെ പേർക്ക് അർഹതയുള്ളവർക്ക് കിട്ടാനുണ്ട്. അത് നിർത്താതിരിക്കുക. അത് എനിക്ക് ഇനിയും ചെയ്യണം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് എന്തെങ്കിലും റീച്ച് എന്നെ വെച്ച് ചെയ്യണം. അപ്പോ ടോണി ചായൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഒരു വലിയ ബിസിനസ് മാൻ ആണ് ടോണി ചായൻ. കോട്ടയം അടിസ്ഥാനമാക്കിയാണ് ടോണി ചായന്റെ ബിസിനസ് മെയിൻ ഹെഡ് ബ്രാഞ്ച് ഒക്കെ പ്രവർത്തിക്കുന്നത്. ഹെഡ് ഓഫീസ് ഒക്കെ പ്രവർത്തിക്കുന്നത് കോട്ടയം എന്ന സ്ഥലത്താണ്. അപ്പോ പുള്ളി ഇപ്പൊ 2 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഞാനിങ്ങനെ ഫീഡിൽ മൊത്തം, അതായത് ഞാനിങ്ങനെ എന്ത് സ്ക്രോൾ ചെയ്ത് പോയാലും ഫീഡിൽ മൊത്തം പുള്ളിക്കാരനാണ്. ഇപ്പൊ ഇതേപോലുള്ള വാക്കുകളാ. പുള്ളിക്കാരൻ വന്ന് കരയുക, മനസ്സിലായ? എന്നെ കുറച്ച് സമാധാനത്താ, ഞാൻ കുറച്ച് പാവങ്ങൾ കൂടെ വീട് വെച്ച് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിക്കാരന്റെ സൽക്രമങ്ങൾ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടല്ലോ. പുള്ളിക്കാരൻ ഒരുപാട് നിർദ്ധരായ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുകയും അവര് കരയുന്നതൊക്കെ വീഡിയോ എടുത്തിടുകയും അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ആളുടെ. അതാട്ടോ എന്തോ ആയിക്കോട്ടെ, പുള്ളി കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളതായിട്ടാണ് പബ്ലിസിറ്റി കാണിക്കുന്നത്. കുറച്ച് BGM ഒക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ്. ഞാൻ കുറെ കാലം കൊണ്ടേ പുള്ളിനെ പറ്റി കാണലുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. 100% ഞാൻ ഒരിക്കലും പുള്ളിനെ വിശ്വസിച്ചിട്ടില്ല കേട്ടോ. അതിനകത്ത് നമുക്കറിയാം, ബിസിനസ്, ഇതൊരു ബിസിനസ് ആണ്. പുള്ളിക്ക് ഇതൊരു ബിസിനസ് ആണ്. പിന്നെ പുള്ളിക്ക് കുറച്ചുകൂടി പബ്ലിസിറ്റി ഉണ്ടാവും. നമ്മുടെ ബോബി ചെമ്മണ്ണൂരൊക്കെ ചെയ്യുന്ന പോലെ കുറച്ചുകൂടി വേറൊരു സാധനം, മനസ്സിലായോ? PR ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടി. അപ്പൊ എന്താണെങ്കിലും ഇന്നലെ നമ്മുടെ സായി സീക്രട്ട് ഏജന്റ് അരിയണ്ണൻ ഒരു വീഡിയോ ചെയ്തു പുള്ളിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പം അതിങ്ങനെയാണ് സംഭവം. അതായത് ഞാനിപ്പോ ആക്ച്വലി ആ വീഡിയോസ് ഒന്നും ഇവിടെ വെക്കുന്നില്ല. വീഡിയോസ് കാണുന്നുള്ളൊരു സീക്രട്ട് ഏജന്റിന്റെ ഒരു 40 മിനിറ്റ് വീഡിയോ പുള്ളിയുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. സോ അങ്ങനെ കണ്ടോ. ഞാൻ ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാം. ഇതാണ് അതിന്റെ മാറ്റർ എന്ന് മാത്രം ഒന്ന് പറയാം. സംഭവം, ഗവൺമെന്റിന്റെ ഹോം മിഷൻ പദ്ധതിയിൽ ഒരു 10-40 വീടോ എന്തോ നിർദ്ധരായ ആൾക്കാർക്ക്, പാവപ്പെട്ടവർക്കായി വെച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ കുറെ വീടുകളുടെ പണി കഴിയുകയും കുറെ വീട് ആർക്കൊക്കെയോ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോ ഒരു 2 മാസം മുമ്പ്, അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് അച്ഛൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ വീഡിയോ ഞാനിവിടെ വെക്കുന്നില്ല. അച്ഛൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, അതിനകത്ത് എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ അച്ഛൻ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആ വീഡിയോ അച്ഛൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഒരു പാവപ്പെട്ട ഒരു വീട്ടില് ഒരു അപ്പന്റെ അമ്മയുടെ അടുത്തും പോയി. അതായത് ഒരു ചെറിയ വഴിയൊക്കെ ഇടാം, മേലോട്ടെല്ലാം കയറി പോയി നടന്നൊക്കെ പോണം. ഓക്കെ, അപ്പൊ ഒരപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പന്റെ കാലാണെങ്കിൽ മുറിച്ചേക്കുവാണ്, കാലില്ല. പിന്നെ മുകളിൽ ടാർപ്പം എല്ലാം ഇട്ട് പൊളിഞ്ഞൊരു വീട്. ഓക്കെ, അപ്പോ അവിടെ പോകുന്നു. സ്വാഭാവികമായിട്ടും അച്ഛന്റെ പരിപാടികൾ, ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പില്ലേ, പിന്നെ എന്തിനാ അച്ഛ അമ്മ നിങ്ങൾ ഇവിടെ കിടക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വീട് വെച്ച് തരും എന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ വീടും കൊണ്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോയതായ ഒരു വീഡിയോ. സോ രണ്ടാമത് അച്ഛൻ തിരിച്ചു വരുന്നു. BGM ഒക്കെ ഇട്ട് അച്ഛൻ തിരിച്ചു വരുന്നു. ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഇവരെ പുതിയ വീട്ടിൽ കൊണ്ടുപോയി പാല് കാച്ചുന്നു. ഓക്കെ, അതാണ് അച്ഛൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. പാല് കാച്ചി, അച്ഛൻ കൊടുത്ത വീട്ടിൽ അച്ഛൻ പാല് കാച്ചി വീട് അവർക്ക് കൊടുത്തു എന്നുള്ളതാക്കി വീഡിയോ ചെയ്തു. ഓക്കെ, അതിനുശേഷം ഈ ഗവൺമെന്റിന്റെ ഈ ഹോം മിഷൻ പദ്ധതിയിൽ വേറൊരു വ്ളോഗർ, ഓക്കെ, പുള്ളി ഇതേപോലെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ കാണിക്കാൻ പറഞ്ഞിട്ട് ഇതേപോലെ വീട് കിട്ടിയ കുറച്ച് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വ്ളോഗ് ചെയ്തു.
സോ അങ്ങനെ വന്നപ്പോ ദാ നിൽക്കുന്നു നമ്മുടെ അച്ചായ വീട് കൊടുത്ത അപ്പനും അമ്മയില്ലേ, അവര് ഈ ഗവൺമെന്റിന്റെ ഹോം മിഷൻ പദ്ധതിയിൽ, അല്ലെങ്കിൽ അവര് ഗവൺമെന്റ് പണിഞ്ഞ ഒരു വീട്ടിൽ ഇവര് നിൽക്കുന്നു. മനസ്സിലായ? അപ്പൊ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. കാര്യം അച്ചായൻ ഇവർക്ക് ഓൾറെഡി വീട് വെച്ച് കൊടുത്തു, പാല് കാച്ചി കൊടുത്തു. ഇവര് പറയുന്നു ഗവൺമെന്റ് ആണ്. അപ്പം ഇവര് ഇന്റർവ്യൂല്, ഈ പയ്യന്റെ ഇന്റർവ്യൂല് അവർ പറയുന്നതും ഉണ്ട്, ഞങ്ങളെ ആരും സഹായിച്ചിട്ടില്ല. ഈ അപ്പനും അമ്മയുടെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളെ ആരും സഹായിച്ചിട്ടില്ല, ഞങ്ങൾക്ക് സർക്കാരേ ഉണ്ടായിരുന്നുള്ളൂ, സർക്കാർ വീട് വെച്ച് തന്നു എന്നുള്ള കേസൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോ, ഈ സീക്രട്ട് ഏജന്റ് വീഡിയോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോ സാധാരണക്കാരല്ലേ, പാവങ്ങളല്ലേ, അപ്പോ ഗവൺമെന്റിന്റെ ഒരു വീട് ഇവർക്ക് എന്തായാലും കിട്ടാനുണ്ടാകും. സോ ആ സമയത്തായിരിക്കണം അച്ചായൻ വന്നിട്ട് ഇവർക്ക് ഒരു വീട് വെച്ച് കൊടുത്തത്. അപ്പോ ഇനി അത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടത്തില്ലയോ എന്ന് ഭയന്നിട്ടാണോ ഇവരങ്ങനെ പറഞ്ഞതെന്നൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായ? സംഭവം ഈ രണ്ട് വീടും ഒന്നാ. ഈ ഗവൺമെന്റ് വെച്ചു കൊടുത്തെന്ന് പറയുന്ന ഈ ഈ മിഷനകത്ത് വന്ന വീടും ഈ അച്ചായൻ വെച്ച് കൊടുത്തു എന്ന് പറയുന്ന വീടെല്ലാം ഒന്നാ. മനസ്സിലായ? അതാണ് ഒരു വൻ, എന്താ പറയാ, അതൊരു വൻ ചോദ്യചിഹ്നമായി. ഇപ്പൊ ഗവൺമെന്റ് അച്ചായനും എല്ലാം ഒന്നാണോ? മനസ്സിലായ? അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് പോയി. എന്താണെങ്കിലും ഇപ്പൊ അച്ചായൻ എല്ലായിടത്തും വന്നു നിന്നിട്ട് കരയുക, സഹായിക്കാൻ സമ്മതിക്കടാ, സഹായിക്കാൻ സമ്മതിക്കന്നെ, യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് ആഹാരം ഞാൻ തരും, ഞാൻ അവിടെ 400ഓളം ആൾക്കാർക്കൊക്കെ ആഹാരം കൊടുക്കുന്നുണ്ട്, യൂട്യൂബേഴ്സിന് വന്ന് അവിടെ നിന്ന് ആഹാരം കഴിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പുള്ളി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കാൻ. സംഭവം ചെയ്യണത് നന്മയൊക്കെ തന്നെയാ, നന്മ ചെയ്താൽ അത് നന്മയാ. മനസ്സിലായ? പക്ഷെ പുള്ളി പറഞ്ഞതുപോലെ 40 കട, 40 പേർക്ക് വീട്, ഒന്നും അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ നന്മയ്ക്കായിട്ട് ചെയ്യുന്നത് പോലെ തോന്നിയില്ല. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്, പേഴ്സണലി എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പം ആ വന്നൊരു അലിഗേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ സീക്രട്ട് ഏജന്റ് പുറത്ത് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ യൂട്യൂബർ, അവന്റെ പേര് എനിക്കറിയില്ല, സോ ആ പുള്ളി കൊണ്ടുവന്ന ഒരു സംഭവം, അത് ഭയങ്കര ചോദ്യം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ആൻസർ പുള്ളി എവിടെയും വന്ന് പറയുന്നില്ല. അതായത് ഇയാൾ കൊടുത്തു എന്ന് പറയുന്ന ഈ വീട് തന്നെ ഗവൺമെന്റ് വീണ്ടും ഇവർക്ക് കൊടുക്കുന്നു. മനസ്സിലായ? ചില ഗവൺമെന്റ് ഇവർക്ക് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് വെച്ചു കൊടുത്ത വീട്ടിലാണ്, അല്ലെങ്കിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി പണി നടന്നുകൊണ്ടിരുന്ന വീട്ടിലാണ് ഇയാൾ അച്ചായൻ വന്നിട്ട് അവരെ പാല് കാച്ചി കയറ്റുന്നത്. മനസ്സിലായ? ശരിക്കും പറഞ്ഞാൽ കണക്ഷൻ അങ്ങോട്ട് എന്താണ് കൃത്യം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ അച്ചായനാണോ ഉഡായിപ്പ്, ഗവൺമെന്റ് ആണോ, ഇനി പറഞ്ഞ അച്ഛനും അമ്മയും ആണോ? മനസ്സിലായ? ചിലപ്പോ അവരുടെ നിവൃത്തിയിലൂടെ ചിലപ്പോ അവരും പറഞ്ഞു പോയതായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ അച്ചായൻ വന്ന് വീട് വെച്ച് കൊടുത്തു, അപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോ ഇനി ആനുകൂല്യങ്ങൾ കിട്ടത്തില്ലയോ എന്ന് കരുതിയിട്ടും ആവാം. ഒരു സംശയമാണ് അത്. അങ്ങനെയും ആവാം. അതോ ഇനി അച്ചായനും ഗവൺമെന്റും എല്ലാം കൂടെ ഒത്തുകളിയാണോ? പക്ഷെ ഇത് ഇന്നലെ നടന്ന സംഭവമായിട്ടും അച്ചായൻ വന്നിട്ട് ഇതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു അലിഗേഷൻ എടുത്ത് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. മനസ്സിലായ? അച്ചായൻ ആകെ പറയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ എന്നെ ഒന്നും സമ്മതിക്കുന്നില്ല, നിങ്ങൾ ആരും എന്നെ ഒന്നും സമ്മതിക്കുന്നില്ല, നിങ്ങൾ ഇങ്ങനൊക്കെ വന്ന് എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ ഇനി അങ്ങനെ സഹായിക്കും ആൾക്കാരെ, അങ്ങനൊക്കെ. അപ്പൊ എന്താണെങ്കിലും ഇതിന്റെ കൂടുതൽ വിശദാംശം എന്താന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങളും കാണുന്നുണ്ടായിരിക്കുമല്ലോ ഫീൽഡിൽ ഇങ്ങനെ പോകുമ്പോ അച്ചായൻ വന്ന് ഇത് കരയുന്ന നിങ്ങളും കാണുന്നുണ്ടല്ലോ. സോ എന്താണെങ്കിലും ഇതാണ് സംഭവം. അതിന് എന്താന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ ഗൈസ്, ബൈ.